ഡ്രസ്സുകളൊക്കെ ഞാനത് ഇങ്ങോട്ട് എടുത്തിട്ടേ നമുക്ക് അടുത്ത റോ ക്ലീൻ ചെയ്യാം. ഇതിൽ കുറേ ഒഴിവാക്കാനുള്ളതുണ്ട് കേട്ടോ, കുറേ ഒഴിവാക്കാനുള്ളതുണ്ട്. അതൊക്കെ നമുക്ക് വേണ്ടത് മാത്രം എടുത്തിട്ട് ബാക്കിയൊക്കെ നമുക്ക് ഒഴിവാക്കണം. അടിയിൽ വലിയൊരു പെട്ടിയുണ്ട്, ഇത് നമുക്ക് ഇങ്ങോട്ട് എടുക്കാം. ഇത് ഞാൻ ഡെലിവറിക്ക് വേണ്ടി വാങ്ങിച്ച പെട്ടിയായിരുന്നു കേട്ടോ. ഇതിൽ കുറേ മോൻ്റെ തുണികളും പഴയ ഡ്രസ്സുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ നോമ്പല്ലേ വരുന്നത്, അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒഴിവാക്കണം. ഇവിടുന്ന് ഒരാൾ നല്ല പണിയിലാണേ, എന്നെ സഹായിക്കാം കേട്ടോ. വലിയ തോതിൽ ഡ്രസ്സുകളൊന്നുമില്ല. ഞാൻ ഇതെൻ്റെ സ്വന്തം വീട്ടിലാണല്ലോ, അപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ പകുതി മുക്കാൽ ഡ്രസ്സ് എൻ്റെ വീട്ടിലുള്ള, ബാക്കി കാൽ ഭാഗമൊക്കെ ഇവിടെ ഉള്ളൂ. പിന്നെ എൻ്റെ മുടിയും കോലൊന്നും ആരും നോക്കണ്ടേ, ഞാൻ ഇപ്പോൾ ഉറങ്ങി ഇട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ രാവിലെ തന്നെ കിട്ടിയ പണിയാണ് എത്തുന്നത്. വാച്ചാണ് ഈ മോഡൽ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വേറെ വാച്ച് എനിക്ക് ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ ഈ മോഡൽ എല്ലായിടത്തും കണ്ടിട്ട് ഞാൻ കച്ചറ ഉണ്ടാക്കി മേടിപ്പിച്ചാണ്. ഇതിന് കുറേ ഇത് മാറ്റിയിടട്ടോ, ഇതിൻ്റെ സ്ട്രാപ്പ് 2-3 സ്ട്രാപ്പ് ഇതൊക്കെ മാറ്റിയിടട്ടത്. ഡെലിവറി കഴിഞ്ഞപ്പോൾ ഉള്ള റിപ്പോർട്ടുകളാണ്, ആ ടൈമിൽ ഹോസ്പിറ്റലിൽ കാണിക്കുമ്പോഴുള്ള റിപ്പോർട്ടുകളാണ്. ഒന്നും ഒഴിവാക്കിയില്ല, നമുക്ക് ഇവിടെ തന്നെ വെച്ച് ഒഴിവാക്കേണ്ടതിന്. എൻ്റെ ബാഗ് ഇത് ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് ഖത്തറിൽ പോയപ്പം അവിടെ നിന്ന് കൊണ്ടുപോകുന്നൊരു ഇതാട്ടോ. ഇതെന്താണെന്ന് വെച്ചാൽ പിന്നെ നമ്മുടെ ടെൻ്റൊക്കെ അടിക്കുമല്ലോ, ടെൻ്റൊക്കെ അടിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വിരിക്കുന്ന ഇതൊരു ബാഗാട്ടോ. അതിൻ്റെ ഉള്ളിലാണ് ആ ഷീറ്റുള്ളത്. അത് ഫ്ലോറിൽ വിരിക്കുന്ന, ടെൻറ്റിൻ്റെ ഒക്കെ ഫ്ലോറിൽ വിരിക്കുന്ന ഒരു മാറ്റാണ്. പിന്നെ അത് പില്ലോസ്, ബെഡിൻ്റെ കൂടെ വലിയ ബെഡാണ്, അപ്പോൾ അതിൻ്റെ കൂടെ 3 പില്ലോസ് ഉണ്ടായിരുന്നു. ഇനി നമ്മുടെ വലിയ പണി ഈ ഡ്രസ്സുകളിൽ വേണ്ടത് വേണ്ടാത്തത് പറഞ്ഞ് വേർതിരിച്ചിട്ട് വേണ്ടത് മാത്രം അലമാരയിലേക്ക് മടക്കി വെക്കണം. ഇതിൻ്റെ ബ്രേസ്ലെറ്റാണ്. ഇത് ഞാൻ ഒരു ഷോപ്പിൽ നിന്ന് കുറച്ച് ദിവസമായിട്ടുള്ള വാങ്ങിച്ചിട്ട് റോസ് ഗോൾഡ് ആട്ടോ. എൻ്റെ ഗോൾഡ് ഞാൻ ഊരി മാറ്റിയിട്ട് ഇതാക്കി കേട്ടോ. ഇപ്പോൾ എല്ലാവർക്കും സിമ്പിളായിട്ടുള്ളത്. ഇനിയിപ്പോൾ എനിക്ക് ഇന്ന് തന്നെ വീട്ടിലേക്ക് തിരിച്ചു പോകണം. നാളെ മോന് സ്കൂളിലെങ്ങോട്ട് ഇന്ന് ലാസ്റ്റ് അവധിയാണെങ്കിൽ എനിക്ക് ഇന്ന് തന്നെ വീട്ടിലേക്ക് തിരിച്ചു പോകണം. ഇതൊക്കെ ഡെലിവറി കഴിഞ്ഞപ്പോഴുള്ള തുണികളാട്ടോ, ഒന്നും ഒഴിവാക്കിയില്ല. നമുക്ക് വെള്ളത്തുണി കിട്ടാനുള്ള പാടല്ലേ. അപ്പോൾ പിന്നെ ഇവിടെ അങ്ങനെ വെള്ളത്തുണി ഹസ്ബൻഡും വെള്ളത്തുണി യൂസ് ചെയ്യില്ല, അതുകൊണ്ട് കിട്ടാൻ പാടാണ്. ഓരോരുത്തർ കാലും കൈ പിടിച്ച് വാങ്ങുന്നത്. അപ്പോൾ അതിങ്ങനെ സ്റ്റോക്ക് ചെയ്ത് ഇവിടെ ആക്കാം. ഇത് കണ്ടോ ഗൈസ്, ഇത് ഞാൻ 8ാം ക്ലാസ്സിലോ 9ാം പഠിക്കുമ്പോൾ ഒരു കുട്ടീൻ്റെ കയ്യിൽ നിന്ന്, അത്ര നിൽക്കില്ല, ഒരു 5ലൊക്കെ ആയിരിക്കും, 5ലോ 6ലോ പഠിക്കുമ്പോൾ ഒരു കുട്ടീൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയതാട്ടോ. എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് തന്നെ കിട്ടിയതാണ്. ഇത് മറ്റേ മുള്ളമ്പന്നീൻ്റെ മുള്ളാട്ടോ. അപ്പോൾ അന്നൊന്നും ഇതൊന്നും അറിയില്ല, മുള്ളമ്പന്നീൻ്റെ മുള്ള എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സംഭവം. അപ്പോൾ ആ ഒരു കൗതുകത്തിൽ ഇത്രയും വർഷങ്ങളായിട്ട് എടുത്തു വെച്ചാട്ടോ, കളയാണ്ട് എടുത്തു വെച്ചാണ്. ഇത്ര വലിയ അലമാര കണ്ടിട്ട് കാര്യമൊന്നുമില്ല, ഒന്നുമില്ല, സാധനമൊന്നുമില്ല. ഞാനിവിടെ വരുമ്പോൾ ഒരു 3-4 ഡ്രസ്സ്, എല്ലാ വ്യക്തിനും 3-4 ഡ്രസ്സ് അങ്ങോട്ട് എടുത്തുണ്ടോ. അപ്പോൾ അവിടെ ഇപ്പോൾ വെക്കാൻ സ്ഥലമില്ല. ഇവിടെ ആണെങ്കിൽ ഒക്കെ കാലി വയ്ക്കും. ഇതൊക്കെ മടക്കി അലമാരയിൽ വെച്ചിട്ട് കാണേ. അപ്പോൾ ഇതൊക്കെ ഞാൻ വീണ്ടും വീട്ടിലേക്ക് ഉണ്ടാകാൻ വേണ്ടി എടുത്ത് വെച്ചതാട്ടോ. ഇത് ന്യൂ മോമിൻ്റെ മെറ്റർനിറ്റി സാനിറ്ററി പാഡാട്ടോ. ഇത് പിന്നെ ഞാൻ ഡെലിവറി കഴിഞ്ഞപ്പോൾ ശാന്തി ഹോസ്പിറ്റലിൽ കിട്ടുകയാണ്. ഇത് 2 മണിക്കൂർ ബാക്കി കേട്ടോ, യൂസ് ചെയ്യില്ല. അപ്പോൾ ഇന്നത്തെ നമുക്ക് അലമാരയിൽ എടുത്തേക്കാം. അപ്പം ഏകദേശം ഒക്കെ മടക്കി സെറ്റാക്കി വെച്ചിരിക്കാം. അപ്പോൾ ഇത്രയും ഡ്രസ്സുകളാട്ടോ നമുക്ക് ഇതിൽ ഒഴിവാക്കാൻ കിട്ടിയത്. ഇത് എൻ്റെ പണ്ടുള്ള അലമാരയിൽ ഇപ്പോൾ എടുത്തിട്ടുണ്ടാകുന്നതാണ്. പക്ഷെ ഒന്നും ഒഴിവാക്കൂല കേട്ടോ, വർഷങ്ങളായി എടുത്തൊക്കെ ഒന്നും ഒഴിവാക്കൂല. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് പണ്ട് ഞാൻ എക്സാം എഴുതാറുണ്ടായിരുന്ന ബോർഡാട്ടോ. +2 ബിസിനസ് സ്റ്റഡീസിൻ്റെ
എക്സാം പോയിൻ്റാണ്. ഇത് 10ാം ക്ലാസ്സിലെ ഓട്ടോഗ്രാഫ് ആട്ടോ. ഇതൊക്കെ നമുക്കങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ. എൻ്റെ പേഴ്സണൽ ഡയറിന് 10ാം ക്ലാസ് പ്ലസ് 1 എന്നൊക്കെ എഴുതുന്നുണ്ട്. നല്ല ഒരുപാട് വാക്കുകൾ ഇട്ടിട്ട് ഇത് പണ്ടത്തെ മെയിൻ പരിപാടി തന്നെ. ചലച്ചിത്ര ഗാനങ്ങളിലെ ബുക്ക് വാങ്ങിയിട്ട് അതിങ്ങനെ സോങ് എഴുതുക, അത് പാടുക. ഇതൊക്കെ നൊസ്റ്റാൾജിയല്ലേ. അത് ഒരുപാട് ബുക്കുണ്ട് കേട്ടോ. ഇപ്പം 2-3 എൻ്റെ അടുത്ത് സ്റ്റോക്കുള്ളൂ. അന്ന് ആരെങ്കിലും പൈസയൊക്കെ തന്നാൽ ഇതിനായി പൈസ ചിലവാക്കാറ്. പിന്നെ ഇത് ഞാൻ ഫാഷൻ ഡിസൈനിങ് പഠിച്ചപ്പം തുന്നാൻ ഉപയോഗിച്ചതാണ് കേട്ടോ. ഇതൊരു തുന്നിയൊക്കെ ഉണ്ടാക്കി കാണിച്ചതാണ്. ഇത് ഫാഷൻ ഡിസൈനിങ് പഠിച്ചപ്പോൾ നമ്മളുടെ ഡ്രസ്സിൻ്റെ നമ്മളെ ബോഡീൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളും വരയ്ക്കുക, അത് കട്ട് ചെയ്യുക, അങ്ങനെ ഓരോ ഡിസൈൻ ചെയ്യുക, കളർ ചെയ്യുക, അങ്ങനെയൊക്കെ ഒരു പരിപാടി ഉണ്ടായി കിട്ടും. അപ്പം അതാണ്. പിന്നെ ഇതൊക്കെയാണ് ഞാൻ സ്റ്റിച്ചിങ് ചെയ്ത് പഠിച്ച ഓരോ സ്റ്റിച്ചിന് പല സ്റ്റിച്ചിങ്ങും ഇല്ല. അപ്പോൾ അതൊക്കെ പഠിച്ചതാട്ടോ. റണ്ണിങ് സ്റ്റിച്ച്, റണ്ണിങ് ഓൺ കർവ് ഒക്കെ മറന്നു പോയിട്ട് ഒന്നും ചെയ്യാത്തത് കൊണ്ട്. ബാക്ക് സ്റ്റിച്ചസ്, ബാക്ക് ഓൺ കർവ്, അങ്ങനെ ഒരുപാട് സ്റ്റിച്ചസ് ഉണ്ട്. ഇത് ഫ്ലവർ. ഇത് വേറെ ഫ്ലവറാണ്. ഇതൊക്കെ ഓരോ മോഡൽ സ്റ്റിച്ചാട്ടോ. ഇതിൻ്റെ പേരൊന്നും ഇപ്പോൾ ഞാൻ മറന്നു. ഇതൊക്കെ നല്ല എഫേർട്ട് എടുത്ത് ചെയ്താൽ, അതുകൊണ്ട് കഷ്ടപ്പാട് ആലോചിക്കുമ്പോൾ അതൊന്നും ഒഴിവാക്കാൻ തോന്നില്ല. ഇതാണ് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയ ഞാൻ ചെയ്തതിൽ. ഇതൊക്കെ നല്ല പണിയുണ്ട് കേട്ടോ ചെയ്യണമെങ്കിൽ. ഇപ്പോൾ ഇതൊന്നും എനിക്ക് ഓർമ്മ തന്നെയല്ല. ഇപ്പോൾ ഒരാളിത് അവിടെയൊക്കെ പണിയാക്കുന്നുണ്ട്. അതിൻ്റെ മുമ്പ് നമുക്കെല്ലാം എടുത്ത് നേരത്തുള്ള സ്ഥലത്ത് തന്നെ വെക്കാം കേട്ടോ.